എന്ന് ആ പടം അത് ഞങ്ങളുടെ ഒരു ബുള്ളറ്റിനൊന്ന് സാറിന് തരാം, ഒന്ന് വായിക്കണം. ആകെ 3 പേർക്കാണ് ഇതുവരെ കൊടുക്കായിരുന്നു ഇത്രയും നാളത്തെ ചരിത്രത്തിൽ. 3 പേര് വന്ന് വെല്ലുവിളിക്കുകയും ഞങ്ങൾക്കെതിരെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 3 കേസുകളാണ് കൊടുത്തിട്ടില്ല. അതിന് കാരണവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാള് പറഞ്ഞ ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്ന് അതിന്റെ ഓർഡർ മേടിച്ചുകൊണ്ട് വരാം, എന്നാ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വേറൊരാള് പറഞ്ഞ് ഞങ്ങൾ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. വേറെ ആർക്കും കൊടുക്കാതിരുന്നില്ല. അല്ല, വി ഷോ യു ഓൾ പേപ്പേഴ്സ്. അല്ല, നീ വല്ലവരും പറയുന്നത് കേട്ട് തന്നെ വിശ്വസിക്കരുത് കേട്ടോ. ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ കൈ കൊണ്ട് കടലാസുണ്ട്. കൈൻഡ്ലി ടേക്ക് ദ ട്രബിൾ ഓഫ് കമ്മിങ് ഓവർ. അല്ല, ഇങ്ങോട്ട് ഇവിടെ കൊടുത്തയക്കാം. പിന്നെ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ബുള്ളറ്റിനകത്ത് വിവരമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അവിടെ നടന്നത്. പിന്നെ ലൈബ്രറി കൗൺസിൽ ഇപ്പൊ തുടങ്ങിയെന്നു വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറി കൗൺസിൽ 1989 അവരുടെ പുതിയ ഭരണഘടന വന്നത്. അതിനുശേഷം 3 ഇലക്ഷൻ ഞങ്ങൾ നടത്തി. ആ ഇലക്ഷൻ നടത്തിയത് എങ്ങും അവരിത് അനധികൃതമാണെന്നോ ഇത് ഇല്ലീഗലാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയാൻ കാര്യം എന്താ, അവരുടെ വൈസ് പ്രസിഡന്റ് തോറ്റപ്പോ അവർക്ക് പ്രയാസമായി. അവരുടെ പരിധി വരുന്നില്ല, പിന്നെ അവർ പറയേണ്ട കാര്യമില്ല. അല്ല, പരിധി വരുന്ന അവകാശപ്പെടുകയല്ലേ. ദേ ക്ലെയിം നല്ല സൗകര്യമല്ലേ ഇത്രയും വലിയൊരു ലൈബ്രറി കൈ വരിക എന്ന് പറഞ്ഞാൽ. പക്ഷെ ലൈബ്രറി നടത്തിയപ്പോ പിന്നെ ഈ ലൈബ്രറി കൗൺസിലിന് അങ്ങനെ ഒരു ചുമതല ഇല്ല. അവരുടെ ഭരണഘടന എങ്ങും പറയുന്നില്ല ലൈബ്രറി നടത്താൻ. പിന്നെ ഇത് പിടിച്ചെടുക്കാൻ നോക്കുക. പിടിച്ചെടുക്കാൻ ഇപ്പൊ പബ്ലിക് പറയാണ്, പിടിച്ചെടുക്കാൻ പറയാണ്, ഞങ്ങളൊക്കെ കൊടുക്കും. ആരും പറഞ്ഞിട്ടില്ല. എന്തായാലും മെമ്പർഷിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു വ്യാപകമായ പരാതികളുണ്ട്. അയ്യോ, അങ്ങനല്ല. അവിടെ വന്നോ 3 പേർക്ക് കൊടുത്തിട്ടില്ല. ദൈവം ഓപ്പണായിട്ട് പറയുന്നു, 3 പേർക്ക് കൊടുത്തിട്ടില്ല. ഇലക്ഷൻ ഇപ്പൊ നടന്നേ ഉള്ളൂ. ഇലക്ഷൻ നടന്നത് കണ്ടപ്പോ ഇനി ഒന്നും പറയാനില്ല വന്നപ്പോഴാ പറഞ്ഞ ഭരണഘടന ഞങ്ങൾ അതനുസരിച്ചല്ല നടന്നത്, ഞങ്ങൾ വേറെ ഭരണഘടനയല്ല. DC